വിവാദങ്ങൾക്കിടെ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുകയാണ് ആരോഗ്യവകുപ്പ്. ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല. ബിൽഡിംഗ് ഓഡിറ്റ്, ഫയർ ഓഡിറ്റ്, സേഫ്റ്റി ഓഡിറ്റ് എന്നിവ കൃത്യമായി നടത്തുന്നില്ല. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജിലും ഇതാണ് അവസ്ഥ എന്നും ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ആശുപത്രി കെട്ടിടങ്ങളുടെ ബലക്ഷയം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് ഇന്ന് അടിയന്തര യോഗം ചേരും. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, ഇപ്പോൾ കുറ്റങ്ങൾ മൊത്തം ഉദ്യോഗസ്ഥർക്കാണോ? അമൃത, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വീഴ്ചകൾ സംഭവിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകാറുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായാലും കോട്ടയത്തായാലും കോഴിക്കോടായാലും, കോഴിക്കോട് അടുത്ത ഒരു തീപിടുത്തമുണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകിയതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം വിവിധ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബിൽഡിംഗ് ഓഡിറ്റ്, സേഫ്റ്റി ഓഡിറ്റ്, അതുപോലെ തന്നെ ഫയർ ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്, DME അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് ഇവർക്ക് ചെന്നതാണ്. പക്ഷേ ഇവരത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിലവിലിപ്പോൾ ആരോഗ്യവകുപ്പിന് ഉള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ DME ബന്ധപ്പെട്ട സൂപ്രണ്ടിനും പ്രിൻസിപ്പലിനും കത്തയച്ചിരുന്നു. അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കരുത്, പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയതാണ്. അത് കോട്ടയത്തേക്ക് മാത്രമല്ല, മറ്റ് പലയിടങ്ങളിലും ഇത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഫയർ ഓഡിറ്റും സേഫ്റ്റി ഓഡിറ്റും ബിൽഡിംഗ് ഓഡിറ്റും ഒക്കെ നടത്തണമെന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് നൽകുന്നതാണ്. പക്ഷേ അതൊക്കെ നിർദ്ദേശം മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. അതൊന്നും ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പാലിക്കുന്നില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എത്തിയിട്ടുള്ളത്. എന്തെങ്കിലും വീഴ്ചയുണ്ടാകുമ്പോൾ മാത്രം അതേക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി ചെയ്യുന്നതല്ലാതെ കാര്യക്ഷമമായിട്ട് നടത്തുന്നില്ല എന്നുള്ള വിലയിരുത്തൽ നിലവിൽ ആരോഗ്യവകുപ്പിനുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, DHSന് കീഴിലുള്ള ആശുപത്രികളുടെ ബലക്ഷയം, ചോർച്ച, ഇവ അടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അടിയന്തരമായിട്ട് പരിശോധിക്കാനായിട്ട് DHS ഇന്ന് അടിയന്തരമായിട്ട് ഒരു യോഗം ഓൺലൈനായിട്ട് വിളിച്ചു ചേർത്തിട്ടുണ്ട്. എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും അതുപോലെ ജില്ലകളിലെ DHSന്റെ ഉദ്യോഗസ്ഥരും DHSന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഓൺലൈനായിട്ട് ഒരു യോഗം ചേരുന്നുണ്ട്. 11 മണിക്ക് ഓൺലൈനായിട്ടാണ് യോഗം. ഏതെങ്കിലും ആശുപത്രികൾ, അതായത് DHSന് കീഴിലുള്ള ഏതെങ്കിലും ആശുപത്രികൾ പൊളിക്കാനായിട്ട് ഇപ്പോൾ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. ചില ആശുപത്രികൾ ബലക്ഷയം കാരണം അത് പൊളിക്കാനുള്ള നടപടികൾ എത്രയും വേഗം തന്നെ പൂർത്തിയാക്കണം. എവിടെയെങ്കിലും ചോർച്ചയുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് അവിടെ ആളുകൾ പ്രവേശിക്കാത്ത രീതിയിലേക്ക് അത് മാറ്റി അവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം കാണണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ 11 മണിക്ക് ഓൺലൈനായിട്ട് യോഗം ചേരുന്നത്. അതിനുമപ്പുറത്തേക്ക് DMEയുടെ തലത്തിലുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് ഇവരുടെയും ഒരു യോഗം DME തലത്തിൽ ആലോചിക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം നടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുമ്പോൾ ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിന് സമീപത്താണ്. തൈക്കാട് ഹൗസിലേക്ക് ഇന്നിപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധ മാർച്ചും മറ്റ് പ്രതിഷേധവുമൊക്കെ ഇവിടേക്ക് അരങ്ങേറുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ തൈക്കാട് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ വിന്യസിച്ചിട്ടുണ്ട്. വനിതാ പോലീസുകാരെയും അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഏതാണ്ട് 11 മണിയോടുകൂടി ആദ്യം BJPയുടെ നേതൃത്വത്തിലാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധം നടക്കുക. അതിനുശേഷം മഹിളാ കോൺഗ്രസിൻ്റെയും RYFിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പ്രതിഷേധം മന്ത്രിയുടെ ഔദ്യോഗിക ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും അതിപ്പോൾ എന്ത് തന്നെയായാലും ഈ ബിൽഡിംഗ് ഓഡിറ്റ് ആയിക്കോട്ടെ, ഫയർ ഓഡിറ്റ് ആയിക്കോട്ടെ, സേഫ്റ്റി ഓഡിറ്റ് ആയിക്കോട്ടെ, അതൊന്നും ഒരു അപകടം വരുമ്പോഴല്ലല്ലോ പരിശോധിക്കേണ്ടത്. കൃത്യമായി കുറ്റമറ്റ രീതിയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് ആരോഗ്യവകുപ്പിന്റെ ചുമതലയല്ലേ? അത് കൃത്യമായൊരു ടൈം പീരീഡിൽ നടത്തേണ്ടതും വളരെ അത്യാവശ്യമല്ലേ? ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അക്കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫയർ ഓഡിറ്റ് ആയാലും ഈ പറയുന്ന സേഫ്റ്റി ഓഡിറ്റ് ആയാലും ബിൽഡിംഗ് ഓഡിറ്റ് ആയാലും അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എല്ലാ ആശുപത്രികളിലും, അതൊരു മെഡിക്കൽ കോളേജ് മാത്രമല്ല, ജനറൽ ആശുപത്രി ആയിക്കോട്ടെ, താലൂക്ക് ആശുപത്രി ആയിക്കോട്ടെ, അങ്ങനെ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് ചെയ്യുന്നില്ല എന്നുള്ളത്
ഇപ്പോൾ ഈ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ അത് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യം ഒരു പുകയുയരുന്നു, അത് പിന്നീട് തീപിടുത്തമായി മാറുന്നു. നേരത്തെ SAT ആശുപത്രിയിൽ, തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഒരു വൈദ്യുതി മുടക്കമുണ്ടായതാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ ഈ ഫയർ ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ബലക്ഷയം, ഒരു കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പാലിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായിട്ട്, ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇത്തരം ഒരു അപകടം സംഭവിക്കുന്നു, ഒരു ജീവൻ പൊലിയേണ്ടി വരുന്നു, അത്തരം ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളത് തീർത്തും ദൗർഭാഗ്യകരമാണ്. കാരണം ഈ രീതിയിലല്ല ഇങ്ങനെ ഈ വിവരങ്ങൾ പുറത്തു വരേണ്ടത്. കൃത്യമായിട്ടുള്ള ഓഡിറ്റ് നടത്തിക്കൊണ്ട് എല്ലാ വിവരങ്ങളും പുറത്തു വന്നുകൊണ്ട് അതിനനുസരിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളോ ന്യൂനതകളോ ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രം അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിലല്ല ശരി. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇന്ന സമയം കൊണ്ട് ഈ പറയുന്ന ഓഡിറ്റുകൾ പൂർത്തിയാക്കുക, അത് പൂർത്തിയാക്കിയില്ല എങ്കിൽ അവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കുക. പക്ഷേ ഇത് നിർദ്ദേശം കൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥർ, അത് പാലിക്കാതിരിക്കാൻ മറ്റു ചില ഉദ്യോഗസ്ഥർ, അതിങ്ങനെ ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക സാധാരണക്കാരായ രോഗികളും മറ്റ് അവരുടെ കൂട്ടുകാരും ഒക്കെയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോട്ടയം തലവലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള 56 വയസ്സുകാരിയുള്ള ബിന്ദുവിൻ്റെ ജീവൻ പൊല്ലേണ്ടി വന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നാം അടക്കമുള്ള സാധാരണക്കാരാണ്. അപ്പോൾ ഇത് ചെയ്യാതെ വരുന്നത് ആരുടെ വീഴ്ചയാണ് എന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയണം. സാധാരണക്കാരായ ആളുകൾ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ മേൽത്തട്ടിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് പാലിക്കപ്പെടുന്നില്ല. ആര് പാലിക്കപ്പെടുന്നില്ല? അതാണ് അവിടെയും ചോദ്യം. ഞങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമാണ് ഇങ്ങനെ ഇത് ഒരു അപകടം സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന ചില വിവരങ്ങൾ. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലം, അതായത് 4-ാം വർഷത്തിൽ നിൽക്കുമ്പോൾ ഏതാണ്ട് എത്രയോ അപകടങ്ങളിൽ ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ അന്വേഷണങ്ങൾ നടക്കുന്നു. അന്വേഷണം നടത്തി വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിന്മേൽ എത്ര തരത്തിലുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ ഉത്തരം ഉണ്ടാവുകയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഓഡിറ്റ് നടത്തി അതിനകത്ത് വീഴ്ച കണ്ടെത്തിയിട്ട് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ മെഡിക്കൽ കോളേജുകളിലും, സർക്കാർ ആശുപത്രികളിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഫയർ ഓഡിറ്റും ബിൽഡിംഗ് ഓഡിറ്റും സേഫ്റ്റി ഓഡിറ്റും ഒക്കെ നടന്നേനെ. ഇത് പേരിന് മാത്രം നടക്കുന്നു എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയെങ്കിലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു കാലതാമസമില്ലാതെ, അമാന്തമില്ലാതെ ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണം എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് ഈ ഒരു വിഷയം സംഭവിച്ചതിലൂടെ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആരോഗ്യ മേഖലയെ കുറിച്ച് വളരെ അഭിമാനത്തോടെ പറയാറൊക്കെയുണ്ട്. പക്ഷേ അവിടെയും ഇത്തരത്തിലുള്ള അപാകതകൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ